അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. ഈസി ഇസ്ലാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഏകദൈവ വിശ്വാസം ഒരു ചെറിയ വിശദീകരണം. ഒട്ടുമിക്ക ആളുകളും മക്കയിലും മദീനയിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഉംറയ്ക്കും ഹജ്ജിനും അതുപോലെ വിസിറ്റിങ്ങിനും, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നാം ജോലിക്കായും പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജാറത്തിൽ പോയി മുത്തുവാനോ, അതേപോലെ മൗലിദ്, റാത്തിബ്, കുത്തറാത്തിബ്, അങ്ങനെ ഇന്ന് സുന്നികൾ ചെയ്യുന്ന ഏതെങ്കിലും കർമ്മം ചെയ്യുവാനോ സർക്കാർ അനുവദിക്കുമോ? അവിടുത്തെ ഗവൺമെൻറ് അനുവദിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത ശിക്ഷ തന്നെ അവർ നൽകും. എന്ന് പറഞ്ഞാൽ സുന്നികൾ ഇസ്ലാമിലില്ല, മുസ്ലിങ്ങളല്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ കേരളത്തിൽ ഇന്നുണ്ടാക്കിയ സമസ്ത ഇസ്ലാമിൻ്റെ ഭാഗമേ അല്ല. അപ്പോൾ പിന്നെ സുന്നികൾ മുസ്ലിങ്ങളുമല്ല. അപ്പോൾ നാം പേരുകൊണ്ട്, നമ്മുടെ വസ്ത്രം കൊണ്ട്, അറബിയിൽ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒരാൾ ഒരു വിശ്വാസി ആകുന്നില്ല എന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് ആവുന്നത്? അയാൾ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കണം. ഒരു ഡ്രൈവറായാൽ അയാൾ ഒരു ലൈസൻസ്, ഇൻ്റർനാഷണൽ ലൈസൻസ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കയ്യിൽ വെച്ചതുകൊണ്ട് അയാൾ ഡ്രൈവറാകില്ല. സ്ഥിരമായി വണ്ടി ഓടിക്കുമ്പോൾ മാത്രമാണ് അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക. അതിലൂടെ വണ്ടി എങ്ങനെ തട്ടാതെയും മുട്ടാതെയും മാക്സിമം ഉയരത്തിലേക്കും മാക്സിമം സ്പീഡിലേക്കും എത്തിക്കണമെന്ന് അയാൾക്ക് പ്രാക്ടീസിലൂടെ അഥവാ ജീവിതയാത്രയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നാം ചിന്തിക്കുക, നമ്മളുടെ AP, നമ്മളുടെ EK, അതുപോലെ മറ്റ് നേതാക്കൾ, ഞാൻ പണ്ഡിതന്മാരായ താഴേക്കിടയിൽ അവർക്ക് കീഴിൽ ജീവിക്കുന്ന അടിമകളെപ്പോലെ അവർ പറയുന്ന എല്ലാ തിന്മകൾക്കും കൂട്ടുനിൽക്കുന്ന സാധാരണക്കാരായ പണ്ഡിതന്മാരെ അല്ല പറയുന്നത്. AP-യുടെയും EK സമസ്തയുടെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമ്പത്ത്, റസൂലിൻ്റെ മുടിയുടെ പേരിൽ ഇനി വേറെ വല്ലതും കിട്ടുമെങ്കിൽ അതും വെച്ചുകൊണ്ട് നമ്മെ ചൂഷണം ചെയ്ത് എത്ര കോടികളാണ് സമ്പാദിക്കുന്നത്. അതിൽ നിന്ന് വലിയ ഫ്യൂജൽ എമൗണ്ടുകൾ അവർ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് അതിന് കണക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരോടും പറയാറില്ല. ചെലവും വരവും ഒന്നും പറയാറില്ല. പക്ഷേ ഇസ്ലാമിക സംവിധാനത്തിൽ അങ്ങനെയില്ല. ഏതെങ്കിലും പ്രവാചകൻ, ഏതെങ്കിലും യഥാർത്ഥ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു വിശ്വാസി അത്തരം ആളുകളുടെ സമ്പത്ത് കൊണ്ട് ജീവിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അവർ അധ്വാനിക്കും, ബിസിനസ് ചെയ്യും, അതുപോലെ ജോലി ചെയ്യും. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വലിയ തോതിലുള്ള സമ്പത്ത് സമാഹരിക്കാം. പക്ഷേ ഇല്ലാത്ത ഗുണങ്ങൾ അവർക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആത്മീയമായി സുന്നികൾക്ക് യാതൊരു പ്രതിഫലവും അള്ളാഹുവിൻ്റെ അടുത്തില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ മെയിൻ നേതാക്കളായ തങ്ങന്മാരെ നാം യാതൊരു കാരണവശാലും ബഹുമാനിക്കേണ്ട കാര്യമില്ല. കാരണം അവർ പ്രവാചകൻ്റെ കുടുംബമേ അല്ല. അവർ യമനിൽ നിന്ന് വന്നവരാണ്. പ്രവാചകൻ ജനിച്ചത് മക്കയിലും മദീനയിലുമായി ആണ് ജീവിതമുണ്ടായത്. യമൻ ഒരുപാട് ഇപ്പറയുള്ള ഭാഗമാണ്. പക്ഷേ അവരുടെ പിന്നിൽ വന്ന ആളുകൾ, അതായത് ഇവിടെ
നമുക്ക് ഇസ്ലാം മതം പ്രബോധനം ചെയ്യാൻ കൊടുങ്ങല്ലൂർ വന്നെത്തിയ ആളുകളൊക്കെ എന്താണ്, മഹാന്മാരാണ്. അവർ അള്ളാഹുവിനെ ആരാധിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും വേണ്ടി വന്നവരാണ്. അവരെ നാം ബഹുമാനിക്കണം. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ അഹ്ലു ബൈത്താണ്. എങ്ങനെ? കുടുംബ പരമ്പരയായിട്ടല്ല. അള്ളാഹുവിൻ്റെ ദീൻ വിശ്വസിച്ചു. ആ ദീനിൻ്റെ വിശ്വാസപ്രകാരം അവർക്ക് സ്വപ്ന ദർശനമുണ്ടായി. പ്രവാചകൻ അതുപോലെ തന്നെ അവരെ വിവിധ നാടുകളിലേക്ക് മതപ്രബോധനത്തിന് വേണ്ടി പായ്ക്കപ്പലുകളിൽ യാത്രയാക്കി. അങ്ങനെ പല ഭാഗങ്ങളിലാക്കി വന്നവരാണ് ഇത്തരം ആളുകൾ. അവർ ആരാണ്? ആ വന്ന ആളുകൾ അഹ്ലു ബൈത്താണ്. അത് എങ്ങനെ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കുടുംബമായിട്ടല്ല. കാരണം പ്രവാചകൻ്റെ കുടുംബ പരമ്പര എന്ന് പറയുന്നത് ആൺമക്കളേ ഇല്ല. ഇനി കുടുംബ പരമ്പരയിൽ ആൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വെക്കുക. ആ ഇബ്രാഹിമും മറ്റും 2 മക്കളെല്ലാം ആൺമക്കൾ തന്നെ നോക്കുക. അതുപോലെ തന്നെ ആമിന ബീബിയോ അതുപോലുള്ള മാതാവോ അതേപോലെ അബ്ദുള്ള, ഇവരൊന്നും ഇസ്ലാം മതം അഥവാ മുശ്രിക്കായി ജീവിച്ചു എങ്കിൽ പ്രവാചകൻ്റെ അഹ്ലു ബൈത്തുമായി യാതൊരു ബന്ധവുമില്ല. അതുപോലെ എൻ്റെ കുടുംബത്തിനുമില്ല. എൻ്റെ ഭാര്യയോ മക്കളോ മാതാവോ പിതാവോ ജ്യേഷ്ഠാനിയന്മാരോ എല്ലാം സുന്നികളായി ജീവിക്കാൻ തയ്യാറായാൽ അവർ അഹ്ലു ഔലിയയല്ല. അവർ പ്രവാചകൻ്റെ പരമ്പരയുമല്ല. അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഹ്ലുകാരുമല്ല. അവർ സ്വർഗത്തിൻ്റെ അവകാശികളുമല്ല. അവർ ഇസ്ലാമിൻ്റെ അഹ്ലുകാരല്ല. അവർ നാളെ പരലോകത്തിൻ്റെ അള്ളാഹുവിൻ്റെ ആ ഉന്നതമായ വീട് ലഭിക്കുന്നവരുമല്ല. ഇതാണ് യഥാർത്ഥ രീതി. അതുകൊണ്ട് തന്നെ നാം സുന്നികളെ കൈവിടുക, സമസ്തകളെ കൈവിടുക. പ്രവാചകൻ്റെ മുടി വെച്ചോ പ്രവാചകൻ്റെ നഖം വെച്ചോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും തുണ്ട് വെച്ച് അത് ആരാധനയിലേക്ക് ഉൾപ്പെടുത്തി അതിൻ്റെ മേലെ കണ്ടുവച്ച് അള്ളാഹുവിലേക്കുള്ള ആ ലക്ഷ്യത്തെ മാറ്റി നിർത്തി എല്ലാം പ്രവാചകനാണ് അല്ലെങ്കിൽ തുണിക്കഷ്ണമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന മതനേതാക്കളെ നാം തള്ളുക. അവർക്ക് ലക്ഷ്യം നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതാണ്. ഇത് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ടാവുക. ഇനി സമ്പത്ത് കൊള്ളയടിക്കുന്നത് പോലെ തന്നെ നമ്മെ കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഇന്ത്യ രാജ്യമാണ്, ഇവിടെ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് പോലും അതാ പോകുന്നു യഥാർത്ഥ ഔലിയ അല്ലെങ്കിൽ വലിയ എന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തരില്ല. അതേപോലെ ഇനി പ്രവാചകൻ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകൻ അതാ പോകുന്നു യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയാൻ ഈ സുന്നികൾ നമ്മെ സമ്മതിക്കില്ല. അതുപോലെ തന്നെ അള്ളാഹു ആണെങ്കിൽ അതാ പോകുന്നു എന്ന്. ഈ അള്ളാഹുവിനെയോ പ്രവാചകനെയോ ഔലിയോ ഒന്നും പരിചയപ്പെടുത്താൻ സമ്മതിക്കാതെ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന യഥാർത്ഥമല്ലാത്ത അള്ളാഹുവെയോ പ്രവാചകനെയോ ഔലിയോ അംഗീകരിക്കണമെന്ന് പറയുന്ന തിന്മയുടെ വക്താക്കളായ മതപ്രബോധകരെയും മതനേതാക്കളെയും നാം തള്ളുക. അതുപോലെ ആവശ്യമില്ലാതെ പോയി ചെറിയ ഒരു വിഭാഗം വലിയ വിഭാഗത്തോട് ജയിക്കുമെന്ന് പറഞ്ഞ് നമ്മെ ഒപ്പം നിർത്തി അവർ പിന്നിലേക്ക് നിന്ന് നമ്മെ രക്തച്ചൊരിച്ചിലുണ്ടാക്കി യുദ്ധക്കളമുണ്ടാക്കി പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വളരെ ശ്രദ്ധിക്കുക മുസ്ലിം സമൂഹമേ. അത് ഒരു കാരണവശാലും വിജയിക്കുകയില്ല. നമ്മുടെ കൂടെ അള്ളാഹു നിൽക്കുകയുമില്ല. സത്യത്തിൻ്റെ കൂടെയേ അള്ളാഹു നിൽക്കൂ. അതുകൊണ്ട് നാം സത്യസന്ധമായി ജീവിക്കുക. ഇത് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. അതുപോലെ ഒരാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി ഒരു DGP ആയി ഒന്ന് കൂട്ടുക. ആ കുടുംബം മൊത്തം പോലീസ് കുടുംബമാകുമെന്നുമില്ല. ആ DGP മാത്രമാണ് ആ കസേരയിലിരിക്കാൻ അർഹൻ. അതുകൊണ്ട് തന്നെ തങ്ങൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും കാലത്ത് ഒരാൾ പ്രവാചകൻ്റെ കുടുംബമായി എന്ന് വെച്ച് അത് മൊത്തം പ്രവാചകൻ്റെ കുടുംബമാവണമെങ്കിൽ അവർ പരീക്ഷ എഴുതി പാസ്സായി എല്ലാവരും DGP ആയിരിക്കണം. അപ്പോഴാണ് ആ DGPക്ക് പവറുള്ളൂ, അപ്പോഴുള്ള ആൾക്ക് അധികാരമുള്ളൂ. അപ്പോഴാണ് അയാളോട് നാം പോയി കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മെ സഹായിക്കാൻ പറ്റുക. അല്ലാതെ DGP ആയി പരീക്ഷയും പ്രാക്ടിക്കലും ഒന്നും കഴിയാത്ത ഒരാളോ
അനിയനോ ജ്യേഷ്ഠനോ വാപ്പയോ ആണെങ്കിൽ അവർക്ക് ആ പദവി ഇല്ലല്ലോ. അപ്പോൾ ഈ ലോകത്ത് പോലും അങ്ങനെ തരില്ല എങ്കിൽ പരലോകത്ത് അള്ളാഹു നൽകുമോ? മാത്രമല്ല അള്ളാഹു പറയുന്നു, നീ എന്നെ ആരാധിക്കുക, എന്നോട് മാത്രം സഹായം ചോദിക്കുക, എന്നോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുക. അതും ചെയ്യില്ല. ഇവർ ഒരു ജോലിയും വേലയും കൂലിയോ ഒന്നും ഇല്ലാതെ അള്ളാഹുവിനോട് പോയിട്ട് കൂലി ചോദിച്ചു കഴിഞ്ഞാൽ തരുമോ? ഇല്ല. നമ്മെ അവർക്ക് പൊട്ടം കളിപ്പിക്കാൻ, നമ്മിൽ നിന്ന് സമ്പത്ത് കൊള്ളയടിക്കാം എന്ന് മാത്രം. ഇത് മുസ്ലിം സമൂഹം തിരിച്ചറിയട്ടെ. സത്യം ജയിക്കട്ടെ, അസത്യം പരാജയപ്പെടട്ടെ. ഇൻഷാ അല്ലാഹ്.